എനിക്ക് അങ്ങനെ ഒന്നും വലുതായിട്ടില്ല, അങ്ങനത്തെ ഒന്നും പറയാം. പക്ഷെ ഒന്നൊരു അപ്പവും മുട്ടക്കറിയാണ്. അതെന്റെ ജീവിതത്തിലേക്ക് അല്ല അവൾ ഇവിടെ അല്ലേ, ഞങ്ങൾ എറണാകുളക്കാരല്ലേ. അല്ല ഞങ്ങളുടെ എം ജി റോഡിന്റെ കാര്യം പറയുമ്പോ അതും ഇതും കൂടി കൂട്ടിക്കൊഴിക്കില്ല. അതായത് എന്റെ എം ജി റോഡ് എന്റെ കാരവൻ ചേച്ചി അഥവാ എം ജി റോഡിൽ പോയിട്ടുണ്ടെന്ന് പറയല്ലേ. കോൺവെന്റ് റോഡ്. നമ്മുടെ കോവിഡ് സമയത്ത് ഞാൻ സ്ഥലം വാങ്ങിച്ചു. ദേവേട്ടൻ്റെ സ്ഥലമാണ് ഞാൻ വാങ്ങിച്ചത്, 5 സെൻറ്റ് ഉള്ളൂർ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ സ്ഥലം ഞാൻ വാങ്ങുന്നത് കോവിഡ് ടൈമിൽ. കോവിഡ് ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പുള്ളിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് വിൽക്കാൻ വേണ്ടി ദേവേട്ടൻ രജനി എന്ന് പറയും എൻ്റെ ഫ്രണ്ട്, അവൾ എൻ്റെ കൂടെ ആയിരുന്നു അന്ന്, അവളെ ഏൽപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് എങ്ങനെയെങ്കിലും വാടക വീട് മാറി സ്വന്തമായിട്ടൊരു ലോൺ എടുത്തൊരു കൊച്ചു വീട് വെക്കണം എന്നുള്ള ഇതിൽ സ്ഥലം നോക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അറിയാമല്ലോ, നമ്മുടെ വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ ലോണൊക്കെ എടുത്തിട്ട് വേണം ആദ്യം പ്രോപ്പർട്ടി വാങ്ങാൻ. അപ്പം ആ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന പല സ്ഥലത്തും ഇങ്ങനെ പോയി കണ്ടു. അപ്പം ഞാനും പിള്ളേരും മാത്രമല്ലേ, അപ്പോൾ ഏരിയ നോക്കണം ഒക്കെ നോക്കിയല്ലേ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓടി നടന്ന് ഞാനും രജനിയും കൂടെ നോക്കുക ഇങ്ങനെ. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു വസ്തുവിൻ്റെ കാര്യം വന്നപ്പോൾ രജനി എൻ്റെ അടുത്ത് പറഞ്ഞു, ഡി ഇങ്ങനെ ഒരു വസ്തു വന്നിട്ടുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുക, നീ ഒരു കാര്യം ചെയ്യൊന്ന് വന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് സംസാരിച്ച് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് കുറച്ച് 3-4 സെൻറ്റ് വാങ്ങാം. എനിക്കിത് വേണ്ട, എന്താ കമ്മീഷൻ വേണ്ട, എൻ്റെ കമ്മീഷൻ കുറച്ചിട്ടുള്ള പുള്ളിക്ക് ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളത് പറയുന്നതും ഞാൻ പോയി ആ സ്ഥലം അവളെന്നെ കൊണ്ട് കാണിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പ്ലോട്ട്, വേറെ കുറേ പ്ലോട്ടുണ്ട്, അപ്പോൾ അതിലൊരു ചെറിയ പോർഷൻ. അങ്ങനെ ആദ്യം വിളിച്ച് സംസാരിച്ചു ഒക്കെ ചെയ്തു. രജനിയാണ് അതെല്ലാം സംസാരിച്ചതും ഒക്കെ. അപ്പോൾ വില അത്ര അടുക്കുന്നില്ല. അപ്പോൾ ഞാൻ രജനിയോട് പറഞ്ഞു, രജനി നടക്കൂല, എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, അതിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് നോക്കാം, ഇല്ല വിട്ടേക്ക് നമുക്ക് വേറെ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അപ്പോൾ ഇവള് വിളിച്ച് സംസാരിച്ചു പുള്ളിയുടെ. അപ്പോൾ പുള്ളി പറഞ്ഞു, നോക്ക് എന്തായാലും ഞാൻ വരാം, നമുക്ക് നേരിട്ട് കോവിഡ് ടൈം ആയതുകൊണ്ടാണ് എനിക്ക് ഇച്ചിരി ചുളു വിലയ്ക്കത് കിട്ടിയത്. കാരണം കോവിഡ് സമയത്ത് മൊത്തത്തിൽ വില ഡിമ്മായിരുന്നു, പുള്ളിക്കും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് അപ്പോൾ പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ടും കൂടെ നമ്മളടുത്ത് സംസാരിക്കാൻ വന്നു, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വന്നപ്പോൾ കോവിഡ് കടകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ രജനി എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, അവർ ചേട്ടൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, അപ്പോൾ ഹോട്ടലൊന്നുമില്ല, അവർ അതിരാവിലെ അവിടെ നിന്ന് വരുമോ, നീ ഒരു കാര്യം ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കുക, വീട്ടിൽ വരുമ്പം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം, കടയൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതൊരു ഇതല്ലേ, വരട്ടെ നമുക്ക് വേണ്ടി വരുമല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി. പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ടും കൂടാണ് വന്നത്. ഞാൻ ഈ അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് പോയി, സ്ഥലക്കച്ചവടവും നടന്നു. അത് കഴിഞ്ഞിട്ട് പറ്റിപ്പോയത് ദേവേട്ടൻ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പൊ ഞങ്ങള് കരുതുന്നറിയാമോ, ദേവേട്ടൻ എന്ന വസ്തു വാങ്ങി പരിചയമുള്ള, അപ്പൊ ബന്ധത്തിലിരിക്കുന്ന സമയം തന്നെ ചേച്ചി ആദ്യം പറയേണ്ടത് അപ്പം മുട്ടക്കറി കഴിച്ചിട്ട് പോയി ആ മനുഷ്യൻ, അതിന് ശേഷമാണ് അത് ആ ആളാണ് ദേവേട്ടൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്തേനെ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യരുത്, അതല്ലേ അവള് പറഞ്ഞത്. ഇത് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് മനസ്സിലായി. അപ്പൊ ചേച്ചി അപ്പം മുട്ടക്കറി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അവരെല്ലാരും നന്നായിട്ട് കഴിച്ചു. ആ ഡീല് നടന്നു, വസ്തു ഞാൻ വാങ്ങിക്കുന്നു, എല്ലാം കഴിഞ്ഞു, തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് വന്നു. നമ്മളത് എഴുതിയെല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഈ ടാക്സ് അടയ്ക്കേണ്ട മറ്റേ ഇതൊക്കെ വന്നപ്പോൾ പ്രമാണത്തിൽ ചെറിയ തിരുത്ത് വന്നു. അപ്പോൾ എന്നെ അവിടുന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, യമുന ഇത് ചെറിയ പ്രശ്നമുണ്ട്, നമ്പറൊക്കെ മാറിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇല്ല വിളിച്ചിട്ട് പറഞ്ഞത് ഒന്നെങ്കിൽ അയാളെ തിരിച്ചു തന്നു പുള്ളി. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞ യവന ഇത് ആരാണോ കൊടുത്ത പൈസ തിരിച്ചു മേടിക്കും. സീരിയസ്ലി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതാ പറഞ്ഞത്, വേറെ ട്വിസ്റ്റാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ അറിയാലോ എല്ലാവർക്കും, നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മളാണ് ഈ മേടിച്ചെന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അവരെ നമ്മളെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞ ഈ വസ്തു മേടിക്കരുത്, അതിൻ്റെ അത് പ്രമാണത്തിൽ നമ്പറുകളൊക്കെ എന്തൊക്കെ പെശ കൊണ്ട് യവനെ ആ കൊടുത്ത പൈസ തിരിച്ചു മേടിയിരും. കാരണം നമ്മൾ പല കടമൊക്കെ മേടിച്ച് ആണത് എടുത്തത്, തിരിച്ചു മേടിയിരുന്നു. എനിക്ക് വെപ്രാളം. ഞാൻ രജനിയെ വിളിച്ചിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് കാര്യമുണ്ട്, അപ്പം മുട്ടക്കറി കഴിച്ചില്ല, പുള്ളി കൊടുക്കില്ല, കഴിഞ്ഞു, മര്യാദയ്ക്ക് ആ കൊടുത്ത പൈസ തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ വേറെ മേടിച്ചോളാം. അതെന്താന്ന് വെച്ചാൽ നീ ഇടപെട്ട് കറക്റ്റ് ചെയ്യുന്നു പറഞ്ഞു. 2 ദിവസത്തിനകത്ത് പുള്ളി വന്നു, പേപ്പറെല്ലാം കറക്റ്റ് ചെയ്തു, വീണ്ടും അപ്പം മുട്ടക്കറി പിന്നെ ഉണ്ടാക്കിയില്ല, വേല ഉണ്ടാക്കരുത് അങ്ങനെ ശരിയാക്കി. പുള്ളി തന്നെ വന്നത് തിരുത്താധാരമൊക്കെ ചെയ്തെല്ലാം ക്ലിയർ ആക്കി തന്ന് പോയി.
എനിക്ക് തോന്നുന്നു 1 മാസമായി കാണും. 1 മാസമായി കഴിഞ്ഞപ്പോൾ രജനി എൻ്റെ അടുത്ത് പറഞ്ഞേ, ഈ ഒരു കല്യാണാലോചനയുണ്ട്, നമുക്ക് നോക്കിയാലോ. അടുത്ത ട്വിസ്റ്റ് കല്യാണത്തിന് കാപ്പി അപ്പം സീരിയസ് ആയിട്ട് അങ്ങനെയാണ് നടന്നത്. ആ, ദൈവത്തിനാണ് സത്യം. ആരും